നമസ്കാരം. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മൾ മണ്ഡലകാലത്ത് ശാസ്താവിനെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് ശബരിമലയിലെ അയ്യപ്പനാണോ ശാസ്താവാണോ എന്നുള്ള വിഷയമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ശബരിമല സ്ത്രീകൾ പ്രവേശിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ് എന്നുള്ളതാണ്. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, യുവതികൾ കയറിയാൽ അയ്യപ്പൻ അതിൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് ഹിന്ദു ദേവതകളൊക്കെ ഒരു നിലവാരമില്ലാത്തവരാണ്, ഒരു മനോബലമില്ലാത്തവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി ആരോ പടച്ചുവിട്ട ഒരു ശുദ്ധ കളവാണ്. സത്യത്തിൽ ഞാനതിനെക്കുറിച്ച് ആ പ്രശ്നം ഉണ്ടായ സമയത്ത് വളരെ ആഴത്തിൽ പഠനം നടത്തുകയും അതിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്ത കാര്യം, ശബരിമല ശൗര്യമല കാവ് ആയിരുന്നു പണ്ട്. ശൗര്യമല കാവിൽ ഉണ്ടായിരുന്ന ശാസ്താവിന് 3 രൂപങ്ങളുണ്ട്. ഒന്ന് ശ്രീവിദ്യയായിട്ട്, മഹാമേരുവിൽ ശ്രീചക്രത്തിൽ ഈ ശാസ്താവിനെ പൂജിക്കുന്ന ഒരു ക്രമം കല്ലടക്കുറിശി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിലുണ്ട്. അതേപോലെ തന്നെ ശാസ്താവിൻ്റെ രജോ ഗുണത്തിലുള്ള ഒരു ധ്യാനമുണ്ട്. അതേപോലെ തന്നെ ശാസ്താവിന് നമ്മൾ പറയുന്ന കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ സ്വാമി ആയിക്കൊണ്ടുള്ള ധ്യാനമുണ്ട്. ശൗര്യമലക്കാവിൽ വളരെ മുമ്പ് കാലഘട്ടങ്ങളിൽ അവിടെ കൗള സമ്പ്രദായത്തിലും വാമ സമ്പ്രദായത്തിലും അവിടുത്തെ മലയരയരും അതുപോലെ തന്നെ അവിടുത്തെ ഉള്ളാടരൊക്കെ ശാസ്താവിനെ ആരാധിച്ചിരുന്നു. ആ കൗള സമ്പ്രദായത്തിലും വാമ സമ്പ്രദായത്തിലൊക്കെ ആരാധിക്കുന്ന സമയത്ത് അവിടെ യോഗിനികൾ എന്നാണ് യുവതികൾ അറിയപ്പെട്ടിരുന്നത്. ഋതുകാലമുള്ള സ്ത്രീകൾ യോഗിനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അയ്യപ്പനെ സംബന്ധിച്ച് അയ്യപ്പനെ യോഗിനികൾ അമ്മയുടെ സ്ഥാനമാണ്. ക്ഷേത്രത്തിൽ തന്ത്രി മുൻ വാതിലൂടെ കയറരുത് എന്ന് പറയും. കാരണം തന്ത്രിക്ക് അച്ഛൻ്റെ സ്ഥാനമുണ്ട്. ദേവൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് വടക്കൻ വാതിൽ വഴിയാണ് തന്ത്രി കയറുക. അതേപോലെ തന്നെ സ്ത്രീകൾ, ഗർഭിണികൾ ക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയുന്നത് ഗർഭിണിയെ കണ്ടാൽ ഭഗവാൻ എഴുന്നേറ്റെന്ന് ബഹുമാനിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതേ വിഷയം തന്നെയാണ് ശബരിമലയും ഉള്ളത് എന്നാണ് അവിടുത്തെ മലയരയിലും അതുപോലെ തന്നെ ഉള്ളാടരൊക്കെ അടുത്തുനിന്ന് അറിയാൻ പറ്റിയൊരു കാര്യം. അവർ പണ്ട് മുതലേ അവരങ്ങനെ ആചരിച്ചു പോരുന്നുണ്ട്. ആ യോഗിനി അവസ്ഥയിലുള്ള സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ടി വരും. സമാധി അവസ്ഥയിലുള്ള ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ഭഗവാന് ആ ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആണ് അവിടെ സ്ത്രീകൾ കയറരുത് എന്ന് പറഞ്ഞ ഒരു ഭാഷ്യമാണ് അവിടുത്തെ ആദിമ നിവാസികളായിട്ടുള്ള അവിടുത്തെ മലയരരുടെ കയ്യിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ച ഒരു വിഷയം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഒരു പ്രൊഫസർ ഒരു ശാസ്ത്രീയമായിട്ട് മറ്റൊരു ചില പദ്ധതികളുണ്ട് എന്ന് പറയുന്നൊരു വീഡിയോ കാണാനിടയായി. ശരീരത്തിലെ റീപ്രൊഡക്ടറി ഓർഗൻസുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ശബരിമല വരുന്ന സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതൊരു സിദ്ധ സങ്കേതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കൂടുതലും അതിനെക്കുറിച്ച് ആ വിഷയത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. നന്ദി, നമസ്കാരം.